നീ എന്താ പഠിത്തം കംപ്ലീറ്റ് ആക്കാതിരുന്നത്? രാത്രി പുറത്തെ ബാൽക്കണിയിൽ നിൽക്കുന്ന അഭിയുടെ അടുത്തേക്ക് വന്നതാണ് ഹർഷൻ. നേരത്തെ അമ്മയ്ക്കുള്ള മറുപടി താൻ നൽകിയെങ്കിലും അഭി എന്തുകൊണ്ടാണ് പഠിത്തം നിർത്തിയത് എന്ന സംശയം ഹർഷനുമുണ്ടായിരുന്നു. റെയിലിങ്ങിൽ പിടിച്ചു നിന്നവൾ അവന്റെ ശബ്ദം കേട്ടതും പതിയെ തലചരിച്ചു അവനെ നോക്കി. അപ്പോഴേക്കും അവനും അവളുടെ അടുത്ത് വന്ന് റെയിലിങ്ങിൽ പിടിച്ചു നിന്നു വിദൂരതയിലേക്ക് നോക്കി. എന്റെ അമ്മയ്ക്കു വേണ്ടി, പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ഇപ്പോൾ അവളും വിദൂരതയിലേക്ക് നോക്കുകയാണ്. ഇളം കാറ്റ് രണ്ടുപേരെയും തഴുകി കടന്നു പോകുന്നുമുണ്ട്. അതിനെന്നോണം അവളുടെ ഇടുപ്പ് വരെയുള്ള മുടിയിഴകൾ പാറിപ്പറക്കുന്നു. അമ്മയ്ക്കു വേണ്ടിയോ? സംശയത്തോടെ തലചരിച്ചു ഹർഷൻ അഭിയെ നോക്കി. അവളൊന്നു മൂളി. നീ ഇന്നലെയും പറഞ്ഞുവല്ലോ അമ്മയ്ക്ക് സുഖമില്ലാത്തത്. എന്താ സംഭവം? എനിക്കൊന്നും മനസ്സിലായില്ല. അഭിയെക്കുറിച്ച് ഒരുപാട് അറിയാനുണ്ടെന്ന് ഇതിനോടകം അവൻ മനസ്സിലാക്കിയിരുന്നു. ഇന്നലത്തെ അവളുടെ സംസാരവും ഇന്ന് പുസ്തകങ്ങളോടുള്ള അവളുടെ ആർത്തിയുമൊക്കെ അവൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ സംശയത്തോടെയാണ് അവൻ ചോദിക്കുന്നത്. അറിയാനും പറയാനും ഒരുപാടുണ്ട്. അഭിനയുടെ ജീവിതം തന്നെ ഒരു നാടകമല്ലേ? പുച്ഛമായിരുന്നു അവളുടെ വാക്കുകളിൽ. സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള പുച്ഛം. എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയ്. എനിക്ക് കാര്യങ്ങൾ ഊഹിക്കാനുള്ള കഴിവൊന്നുമില്ല. അവളുടെ തൊട്ടു തൊടാതെയുള്ള സംസാരം അവന് തീരെ പിടിക്കുന്നില്ല. അതിനെന്നോണം അവന്റെ ശബ്ദത്തിലും മാറ്റം വന്നു. ഞാൻ ഫൈനൽ ഇയറിന് പഠിക്കുമ്പോഴായിരുന്നു അമ്മയ്ക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത്. അതിന്റെ പൈസയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ നിങ്ങളുടെ അടിമയായി ഇവിടെ നിൽക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ വെട്ടിത്തിരിഞ്ഞ് റൂമിലേക്ക് പോയി. ഉറങ്ങാറായില്ലേ രാജാ? എത്ര നേരമായി നീ നിലാവത്ത് വന്നിരിക്കുന്നു? മാധവൻ ഉറക്കെ ചോദിച്ചുകൊണ്ട് വീടിനകത്ത് നിന്ന് മുറ്റത്തിരിക്കുന്ന രാജേന്ദ്രന്റെ അടുത്തേക്ക് വന്നു. എന്താടോ, സ്വപ്നം കാണുകയാണോ? ചെറുപുഞ്ചിരിയോടെ രാജേന്ദ്രനെ ഒന്ന് തട്ടിക്കൊണ്ട് അവന്റെ അടുത്തുള്ള കസേരയിലേക്ക് മാധവനും ഇരുന്നു. ഇനി എന്ത് സ്വപ്നം? രാജേന്ദ്രൻ കൈകൾ രണ്ട് തലയുടെ പിറകിലായി വെച്ചുകൊണ്ട് നിവർന്നിരുന്നു. പറയുമ്പോൾ രാജേന്ദ്രന്റെ വാക്കുകളിൽ വേദനയും ഉണ്ടായിരുന്നു. എന്താടാ, എന്തു പറ്റി? വീണ്ടും നീ അവളെക്കുറിച്ച് ആലോചിച്ചോ? അളിയൻ എന്നതിലുപരി ഒരു ഉറ്റ ചങ്ങാതിയുടെ മനസ്സ് മാധവന് കാണാൻ കഴിയുന്നുണ്ട്. അവളെക്കുറിച്ച് ആലോചിക്കാൻ ഞാൻ മറന്നിട്ട് വേണ്ടേ? നിസ്സംഗമായി പറയുന്ന രാജേന്ദ്രനെ മാധവൻ നോക്കി. രാജേന്ദ്രന്റെ മനസ്സിൽ ഇപ്പോഴും ജാനകിയാണെന്ന് മാധവൻ അറിയുന്നുണ്ട്. ഈ ഒറ്റയാൾ പോരാട്ടം തന്നെ ചിലപ്പോൾ അവൾക്ക് വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ തന്റെ അച്ഛനോടുള്ള വാശിയായിരിക്കാം. നിനക്ക് ഓർമ്മയുണ്ടോ അച്ഛൻ അവളെയും അവളുടെ അച്ഛനെയും ഇവിടെ നിന്ന് പുറത്താക്കിയത്? ഓർമ്മയിൽ എന്ന പോലെ ആകാശത്ത് തെളിഞ്ഞു കിടക്കുന്ന നക്ഷത്രങ്ങളെ നോക്കി രാജേന്ദ്രൻ ചോദിച്ചു. മറക്കാൻ കഴിയുമോ? ജാനകിയുടെ കരച്ചിൽ ഇപ്പോഴും എന്റെ കേൾവിയിലുണ്ട്. ഒരുപാട് വേദനിച്ച ഇവിടുന്ന് ആ പാവം പോയത്. അച്ഛനോട് പലവട്ടം ഞാനും മീനാക്ഷിയും പറഞ്ഞതല്ലേ. പക്ഷെ എവിടെ അങ്ങേര് കേൾക്കാൻ. കുടുംബമഹിമയും നോക്കി നടപ്പായിരുന്നല്ലോ ആ സമയം അച്ഛൻ. എന്റെ അമ്മായി അച്ഛൻ ആയതുകൊണ്ട് പറയുന്നതല്ല. ഇങ്ങനൊരു വൃത്തികെട്ട മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പണത്തിന്റെ പേരിലും മഹിമയുടെ പേരിലും ആളുകളെ വേർതിരിക്കുന്ന മനുഷ്യൻ. ഒരു വേള രാജേന്ദ്രന്റെയും മീനാക്ഷിയുടെയും അച്ഛനെ ഓർമ്മ വന്നപ്പോൾ മാധവന്റെ മനസ്സിൽ പഴയ തീ ആളിക്കത്തി. എന്നിട്ടെന്ത് നേടി? ചാവാൻ കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കാൻ ഒരാളില്ലാതെ ആയിപ്പോയില്ലേ? പശ്ചാത്തപിച്ചായിരിക്കും മരിച്ചത്. മാധവന് തോന്നിയ അതേ പുച്ഛം തന്നെയായിരുന്നു സ്വന്തം അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ രാജേന്ദ്രനും തോന്നിയത്. മാധവ, അവൾ എന്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടാകുമോ? ഇല്ലെങ്കിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിപ്പോയ അവളുടെ തന്തപ്പടി അതിനെ കൊന്നിട്ടുണ്ടാകുമോ? ചോദ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന മാധവനെ രാജേന്ദ്രനും നോക്കി. ഒരു വേള രാജേന്ദ്രനിൽ ഒരു അച്ഛനെ മാധവൻ കണ്ടു. കൊന്നിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ എന്നേ നിന്നെയും തേടി അയാൾ ഇവിടെ വന്നേനെ. കാശായിരുന്നല്ലോ അയാൾക്ക് വലുത്. ആ പെണ്ണിന്റെ മനസ്സ് പോലും അന്നേരം അയാൾ ഓർത്തില്ല. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ നിന്ന് ജാനകി ഇറങ്ങിപ്പോകുമ്പോൾ ചുറ്റുപാടും മുഴുവൻ അവൾ നിന്നെ തേടുന്നത്. ആ സമയം അവൾ അറിയുന്നില്ലല്ലോ അകത്ത് അകത്താഴിയിൽ അച്ഛൻ നിന്നെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന്. എന്തൊരു ജീവിതമാണല്ലേ എന്റേത്. സ്വന്തം പെണ്ണിനെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ കഴിയാത്തവൻ. ഒരു വേള ജാനകിയെക്കുറിച്ച് ഓർത്തപ്പോൾ രാജേന്ദ്രന്റെ കണ്ണുകൾ കലങ്ങി. മതി സംസാരിച്ചത്, വന്ന് കിടക്ക്. ഇനിയും പഴയ ഓർമ്മകളിലേക്ക് രാജേന്ദ്രനെ തള്ളിവിടുന്നത് ശരിയല്ലെന്ന് കണ്ട് മാധവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് രാജേന്ദ്രനെയും എഴുന്നേൽപ്പിക്കാൻ നോക്കി. ഞാൻ അല്പസമയം കൂടി ഇരിക്കട്ടെ, നീ പോയി കിടന്നോ. തന്നെ എഴുന്നേൽപ്പിക്കാൻ പോയ മാധവനെ തടഞ്ഞുകൊണ്ട് രാജേന്ദ്രനും പറഞ്ഞു. എന്നാൽ ഞാനും നിന്റെ കൂടെ കൂട്ടിരിക്കാം. എഴുന്നേറ്റിടത്ത് തന്നെ പോയി മാധവനും ഇരുന്നു. അഭി റൂമിലേക്ക് പോയതും ബാൽക്കണിയിൽ അതേ നിൽപ്പ് തുടർന്നു ഹർഷൻ. ആ സമയം മനസ്സ് മുഴുവൻ അഭി ഇന്നലെയും ഇന്നുമായി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അഭിനയ പറയുന്നതും രോഹിത് പറയുന്നതും തമ്മിൽ ഒരു പൊരുത്തവുമില്ല. സത്യം എന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് ഹർഷൻ ഉറപ്പിച്ചു.
അതിന് നേരായ വഴി രോഹിത് തന്നെ. അതേസമയമാണ് അവൻ ഓർക്കുന്നതും ഇന്ന് രോഹിത്തിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഓഫീസിൽ വരാൻ പറഞ്ഞതും അവൻ വന്നതും. ആ സമയം തന്നെയാണല്ലോ അഭിനയയുടെ അമ്മയും മാമയും വന്നത്. ആ ദേഷ്യത്തിൽ രോഹിത്തിനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. കാര്യങ്ങളൊട്ട് ചോദിച്ചറിയാനും കഴിഞ്ഞില്ല. ഛേ, ഓരോന്നോർക്കുമ്പോൾ അവന് പറ്റിയ അബദ്ധം അവൻ തിരിച്ചറിയുന്നു. പിന്നെ ഒട്ടും താമസിച്ചില്ല. പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് രോഹിത്തിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. അല്പസമയത്തെ ഡയലിങ്ങിന് ശേഷം കോൾ മറുപുറത്തു നിന്ന് അറ്റൻഡ് ചെയ്തു. ഹലോ. ഹലോ രോഹിത്. കുഞ്ഞു ശബ്ദം കേട്ടതും ഹർഷൻ രോഹിത്തിന്റെ പേര് വിളിച്ചു. ഏട്ടൻ ഫോൺ എടുക്കാൻ വിട്ടുപോയി. അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലാണ് ഏട്ടൻ. ആ കുഞ്ഞു ശബ്ദത്തോടെ ആ പെൺകുട്ടി മറുപടി പറഞ്ഞു. മോളു രോഹിത്തിന്റെ അനിയത്തിയാണോ? കുഞ്ഞു ശബ്ദം കേട്ടതും അവനും ശബ്ദം മയത്തിലാക്കി. ആ. ഏട്ടൻ വന്നാ എന്താ പറയേണ്ടത്? മോളൊന്നും പറയണ്ട, ഞാൻ വിളിച്ചോളാം. ആ. അവൾ ഫോൺ കട്ട് ചെയ്തതും ഹർഷനും ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് വെച്ച് ബാൽക്കണിയിൽ നിന്നും റൂമിലേക്ക് നടന്നു. അകത്തേക്ക് വന്നതും കണ്ടു സോഫയിൽ ചരിഞ്ഞു കിടക്കുന്നവളെ. അവള് ഉറങ്ങിയിട്ടില്ലെന്ന് അവളുടെ ഞെരിപിരിയലിൽ അവന് മനസ്സിലാകുന്നുണ്ട്. ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. പക്ഷേ എങ്ങനെ ചോദിക്കും? ഒരു കാര്യത്തിലും ഇടപെടില്ലെന്ന് പറഞ്ഞാണ് എഗ്രിമെന്റ് എഴുതിയത്. അത് താനായി തെറ്റിച്ചാൽ? ഒരു വേള ഇത്രയും ദിവസങ്ങൾ അഭിയെ വേദനിപ്പിച്ചത് ഓർക്കുമ്പോൾ അവന് വല്ലായ്മ തോന്നുന്നുണ്ട്. ആ വേദനയോടെ അവൻ അവളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് വാഷ്റൂമിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്നവൻ എന്തോ ഒരു ഓർമ്മയിൽ വേഗം വന്ന് കബോർഡ് തുറന്ന് ഒരു ഫയലെടുത്ത് ബെഡിലേക്ക് വെച്ചു. രോഹിത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി അഭിനയെക്കുറിച്ച് അറിയാൻ കണ്ടെത്തണമെന്ന് അവൻ നിശ്ചയിച്ചിരുന്നു. അതിനൊരു എളുപ്പവഴി മറ്റൊന്നുമല്ല അഭിനയുടെ ഡീറ്റെയിൽസ്. ഫയലിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് നോക്കി. താൻ എന്താണ് അന്വേഷിക്കുന്നത് അത് അവന് ആ പേപ്പറിൽ നിന്ന് കിട്ടി. അഭിനയ ആർ, ഡോട്ടർ ഓഫ് ജാനകി, വലിക്കൽ കോളനി, തൃശൂർ. അഭിനയുടെ അഡ്രസ് ഫോണിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ഹർഷൻ മറ്റൊരാൾക്ക് അത് സെൻഡ് ചെയ്തു. ഒപ്പം തലചരിച്ച് കിടന്നുറങ്ങുന്നവളെയും അവൻ നോക്കിക്കൊണ്ട് നിരത്തി വെച്ചിരിക്കുന്ന ഫയൽസൊക്കെ എടുത്ത് വീണ്ടും കബോർഡിലേക്ക് വെച്ച് കിടക്കാൻ നോക്കുമ്പോഴാണ് ഹർഷന്റെ ഫോൺ റിങ് ചെയ്തത്. മേശയുടെ മുകളിൽ നിന്ന് ഫോൺ അവൻ കയ്യെത്തിച്ച് എടുത്തു നോക്കി. സ്ക്രീനിൽ നമ്പർ കണ്ടതും ഹർഷൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ബാൽക്കണിയിലേക്ക് വന്നു. ഹലോ സാർ, ഈ അഡ്രസ്? മറുപുറത്ത് നിന്ന് ഹർഷനോട് ചോദിക്കുകയായിരുന്നു. നാളെ തന്നെ അന്വേഷിച്ച് എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം. സാർ, നാളെ എന്ന് പറയുമ്പോൾ കേരളത്തിലേക്ക് പോകേണ്ടേ? പോകണം. ഇവിടുന്ന് കേരളത്തിലേക്ക് പോകാൻ അത്ര വലിയ ദൂരമൊന്നുമില്ലല്ലോ. എനിക്ക് നാളെ രാത്രിക്കുള്ളിൽ അഭിനയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. യെസ് സാർ. ഫോൺ കട്ട് ചെയ്തതും ഹർഷൻ റൂമിലേക്ക് തിരിച്ചു വന്നു. അഭിനയെക്കുറിച്ച് താൻ അറിഞ്ഞതും അറിയാത്തതുമായി ഒരുപാടുണ്ടെന്ന് അവന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇനി രോഹിത്തിനോട് നേരിട്ട് ചോദിക്കാതെ അവളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താമെന്ന് അവൻ കരുതിയത്. ഒരാവശ്യവുമില്ലാത്ത കാര്യമാണ്. 1 വർഷം കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടവളാണ്. പക്ഷേ എന്തോ ഹർഷന് അഭിയെക്കുറിച്ച് കൂടുതലായി അറിയണമെന്ന് തോന്നി. അവളെക്കുറിച്ച് അറിഞ്ഞതൊന്നും ശരിയല്ലെന്ന് അവൻ്റെ മനസ്സ് കിടന്നു പറയുന്നു. അവളെ പഴിചാരുന്ന വാക്കുകളിൽ പോലും തെറ്റുണ്ടെന്ന് അവൻ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അഭിനയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് അവൻ ചിന്തിക്കുന്നത്. നീ വരുന്നുണ്ടോ? എനിക്ക് ഉറക്കം വരുന്നു. നാളെ മീനാക്ഷിയും മോളും ഇവിടേക്ക് വരുന്നതല്ലേ? എയർപോർട്ടിൽ ചെന്ന് അവരെ കൂട്ടണം. ഇങ്ങനെ ഉറക്കമൊഴിച്ച് നിന്റെ കൂടെ ഇരുന്നാൽ രാവിലെ ഞാൻ എണീക്കലുണ്ടാകില്ല. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി ഒന്ന് നിവർന്നു നിന്നു മാധവൻ. ഉറക്കം മാധവന്റെ കണ്ണുകളെ തഴുകി വിളിക്കുന്നുണ്ട്. രാജേന്ദ്രനെ തനിച്ച് പുറത്തിരുത്തേണ്ടെന്ന് കരുതിയാണ് ഇത്രയും നേരം മാധവൻ രാജേന്ദ്രന്റെ കൂടെ ഇരുന്നത്. നിലാവത്ത് നോക്കി ഓരോന്ന് ചിന്തിക്കുന്ന രാജേന്ദ്രനെ കുറേ സമയമായി മാധവനും നോക്കിക്കാണുന്നു. കടൽ തന്നെ ഇളകി മറിയുന്നുണ്ട് രാജേന്ദ്രന്റെ മനസ്സിലെന്ന് മാധവൻ അറിയാം. പക്ഷേ ഈ 21 വർഷത്തിനിടയിലായ ഇരമ്പലടക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അന്നേ മതി ഉറക്കമൊഴിച്ചത്. വന്നേ, വന്നു കിടക്കാൻ നോക്ക്. രാജേന്ദ്രന്റെ കൈകളിൽ പിടിച്ച് കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ നോക്കി മാധവൻ. എന്നാൽ തക്ഷണം രാജേന്ദ്രൻ കസേരയിലേക്ക് തന്നെ വീഴുകയായിരുന്നു. രാജ. ഭയത്തോടെ മാധവൻ ഉറക്കെ രാജേന്ദ്രനെ വിളിച്ചു. എന്നാൽ എത്ര തന്നെ മാധവൻ വിളിച്ചിട്ടും രാജേന്ദ്രൻ കണ്ണുകൾ തുറന്നില്ല. ഇനിയും ഇവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ മാധവൻ നേരെ അടുത്തുള്ള വീട്ടിലെ കേശവനെ പോയി വിളിച്ചുകൊണ്ടുവന്നു. മാധവൻ കാർ എടുക്കുമ്പോഴേക്കും കേശവനും മകനും കൂടി രാജേന്ദ്രനെ ബാക്ക് സീറ്റിലേക്ക് കിടത്തിയിരുന്നു. കേശവനും മാധവന്റെ കൂടെ കാറിലേക്ക് കയറി. ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കാർ പിന്നെ കുതിക്കുകയായിരുന്നു. ശ്വാസമുണ്ടെന്നല്ലാതെ രാജേന്ദ്രൻ ഒന്നിനോടും പ്രതികരിക്കാത്തത് മാധവനെ ഭയത്തിലാഴ്ത്തുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് ഒരു വേള ഡ്രൈവിങ്ങിനിടയിൽ മാധവന് ഓർമ്മ വരുന്നത്. ആളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. ചിലപ്പോൾ ജീവന് പോലും അത് ബാധിച്ചേക്കാം.
ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നതും മാധവൻ ഒന്നുകൂടി സ്പീഡ് കൂട്ടി കാറ് വേഗം ഹോസ്പിറ്റലിന്റെ മുന്നിലേക്ക് എത്തിച്ചു. എല്ലാം എടുത്തു വെച്ചോ, ടഫ് സബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് ഇയർ തൊട്ട് ശ്രദ്ധിച്ചാലേ എന്തെങ്കിലും നടക്കും. ഭക്ഷണം കഴിക്കുന്നതിനിടെ അഭി ഓരോന്ന് ചോദിക്കുകയും പറയുകയും ചെയ്യുകയാണ് അനുവിനോട്. തൊട്ടടുത്ത് തന്നെ നന്ദിനിയും ഇരിപ്പുണ്ട്. ആടാ, എല്ലാം എടുത്തു വെച്ചു. ഞാൻ ഏട്ടനോട് വെറുതെ പറഞ്ഞതാ ഈ സബ്ജക്റ്റ് സീറ്റുണ്ടോന്ന് നോക്കണേന്ന്. പക്ഷേ കിട്ടുമോന്ന് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. കിട്ടിയപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും മുന്നോട്ടേക്കുള്ള യാത്ര എങ്ങനെയായിരിക്കുമെന്ന് ഒരു പിടുത്തവുമില്ല. അതുമല്ല, കുറേ നാളായില്ലേ പുസ്തകങ്ങളോടുള്ള ടച്ച് വിട്ടിട്ട്. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം. അനു, റെഡിയായോ? അനു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹർഷൻ റെഡിയായി താഴേക്ക് വന്നത്. വാ, കഴിക്ക്. നന്ദിനി പറഞ്ഞതും എതിർത്ത് പറയാതെ അനുവിന്റെ തൊട്ടടുത്തുള്ള സീറ്റിലേക്ക് ഹർഷൻ വന്നിരുന്നു. ഇരിക്കുന്നതിനിടയിൽ തന്റെ ഓപ്പോസിറ്റുള്ള അഭിയെ പാളി നോക്കാനും അവൻ മറന്നില്ല. അവൻ വന്നതും അത്രയും നേരം സംസാരിച്ചിരുന്നവൾ മൗനമായി. എങ്ങനെയെങ്കിലും മുന്നിലുള്ള ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റാൽ മതി എന്നായി പെണ്ണിന്. ഏട്ടാ, ഒരുപാട് ദൂരമുണ്ടോ കോളേജിലേക്ക്? കഴിക്കുന്നതിനിടയിൽ അനു ചോദിക്കുകയാണ്. തന്റെ പുതിയ ലോകത്തെക്കുറിച്ച് അറിയുവാൻ അവൾക്ക് ആഗ്രഹമുണ്ട്. ഇല്ല, ഇവിടുന്ന് ജസ്റ്റ് 10 മിനിറ്റ്സ്. ഗൗരവത്തോടെയായിരുന്നു അവന്റെ മറുപടി. എന്നാൽ നാളെ തൊട്ട് ഞാൻ ബസ്സിന് പൊയ്ക്കോട്ടെ? എന്തിന്? ഞാൻ ആ വഴിക്കല്ലേ, ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. ഉത്സാഹത്തോടെ പറഞ്ഞവളോട് ഗൗരവത്തിൽ അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് നോക്കി പറഞ്ഞു. അവന്റെ ആ നോട്ടം കണ്ടതും പിന്നെ ഒന്നും അനു ചോദിക്കാൻ നിന്നില്ല. ഉള്ളത് കഴിച്ചു വേഗം ബേഗുമെടുത്ത് പുറത്തേക്ക് നിന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഹർഷന്റെ ഫോണിലേക്ക് മാധവന്റെ കോൾ വന്നത്. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കിയതും മാമയുടെ നമ്പർ കണ്ടതും അന്ന് ഈ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം മാമ ഒരിക്കൽ പോലും തന്നെ വിളിച്ചിട്ടില്ലെന്ന് ഹർഷൻ ഓർത്തു. ഇതിപ്പോൾ എന്തോ അത്യാവശ്യ കാര്യം പറയാനാണെന്ന് അവന് മനസ്സിലായി. കോൾ കട്ടായി വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങിയതും അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോരം വെച്ചു. ഫോൺ അറ്റൻഡ് ചെയ്തതും മാധവൻ പറഞ്ഞ കാര്യം കേട്ട് ഹർഷൻ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയി. നിനക്ക് വരാൻ പറ്റുമോ? അർജുന് US നിന്ന് വരാനുള്ള സ്ഥിതിയിലല്ല ഉള്ളത്. അവൻ ചിലപ്പോൾ 1-2 മാസം കഴിയുമെന്നാണ് പറഞ്ഞത്. പറ്റുമെങ്കിൽ നീ ഒന്നിവിടം വരെ വരണം. നാളെ രാവിലത്തേക്കാണ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ടുള്ളത്. എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു. ഞാൻ വരാം മാമേ, മാമൻ ടെൻഷൻ ആവാതെ. മാധവൻ പറഞ്ഞു തീരും മുൻപ് ഹർഷൻ പാലക്കാട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. ഈ സ്ഥിതിയിൽ മാമയ്ക്ക് ഇപ്പോൾ ഒരു താങ്ങാണ് വേണ്ടതെന്ന് ഹർഷന് അറിയാം. ആ ശബ്ദത്തിലെ മാറ്റം പോലും ഹർഷൻ തിരിച്ചറിയുന്നു. ഭാര്യയുടെ ഏട്ടൻ എന്നതിലുപരി ആത്മസുഹൃത്ത് ബന്ധമാണ് മാമയും രാജമാമയും തമ്മിൽ എന്ന് ഹർഷൻ നല്ലതുപോലെ അറിയാവുന്നതാണ്. ആ ഉറ്റ സുഹൃത്തിനാണ് ഇപ്പോൾ വയ്യാതായിരിക്കുന്നത്. അല്ലെങ്കിലും മാമ ബന്ധങ്ങൾക്ക് ഒരുപാട് മൂല്യം നൽകുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇല്ലെങ്കിൽ താനും മാമയും തമ്മിൽ വീണ്ടും ഒരു വഴക്കാകുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഹർഷന്റെ ഉറപ്പ് കിട്ടിയത് മാധവന് ആശ്വാസമായി. എന്തെന്നാൽ രാജേന്ദ്രന്റെ ഈ അവസ്ഥയിൽ രാജേന്ദ്രനെക്കാളും അവശത തോന്നുന്നത് മാധവനാണ്. ധൃതി പിടിച്ച് അർജുനെ ഇവിടേക്ക് വിളിക്കുന്നത് അവന്റെ കരിയറിന് തന്നെ ബാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അർജുനോട് വിശദമായി മാധവനൊന്നും പറഞ്ഞിട്ടുമില്ല. മീനാക്ഷിയോട് തീരെ പറയാൻ കഴിയില്ല. ഏട്ടനൊരു ചെറിയ പനി വന്നാൽ പോലും കിടന്ന് കരയുന്ന അനിയത്തിയാണ്. ഒരു ബൈപ്പാസ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞതെന്ന് മീനാക്ഷിയോട് പറഞ്ഞാൽ അടുത്ത വണ്ടിക്ക് എല്ലാം ഇട്ടേച്ച് ഇങ്ങോട്ടേക്ക് വരും. പൂജ ബാംഗ്ലൂർ തനിച്ചാവുകയും ചെയ്യും. ഓരോന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴായിരുന്നു മാധവന്റെ മുന്നിൽ ഹർഷന്റെ മുഖം തെളിഞ്ഞു വന്നത്. പിന്നെ ഒട്ടും താമസിക്കാതെ ഫോൺ ചെയ്യുകയായിരുന്നു. ഫോൺ കട്ടാക്കി ആലോചനയോടെ നിന്നവന്റെ അടുത്തേക്ക് നന്ദിനി ആവശ്യപ്പെട്ട പ്രകാരം അഭി നന്ദിനിയുടെ കൈ പിടിച്ച് അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്തെന്നാൽ ഫോണിലൂടെ സംസാരിക്കുന്നതും അവന്റെ മുഖഭാവം മാറുന്നതുമൊക്കെ നന്ദിനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഏട്ടനാണ് വിളിച്ചതെന്ന് നന്ദിനിക്ക് മനസ്സിലായിരുന്നു. ഹർഷൻ സംബോധന ചെയ്യുന്നത് നന്ദിനി ശ്രദ്ധിക്കുകയായിരുന്നു. എന്താ മോനെ, എന്താ മുഖമൊക്കെ വല്ലാതെ? കാര്യമറിയാനായി നന്ദിനി ഹർഷനോട് ചോദിച്ചു. അമ്മേ, എനിക്ക് പാലക്കാട്ട് വരെ ഒന്ന് പോകണം. കയ്യിലെ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്ന അനുവിനെ ഒന്ന് നോക്കി നന്ദിനിക്ക് മറുപടി നൽകി. പാലക്കാട്ടേക്കോ? എന്തിന്? ഏട്ടന് വല്ലതും? നന്ദിനിയുടെ ചിന്തകൾ വഴിമാറി സഞ്ചരിച്ചു. മാധവന് എന്തെങ്കിലും വയ്യായ്ക സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് നന്ദിനിക്ക്. അല്ലാതെ ഹർഷൻ പാലക്കാട്ടേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഏയ്, മാമയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പം രാജമാമയ്ക്കാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന്. നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. മാമ ആകെ പേടിച്ചിരിക്കുകയാണ്. എന്നോടൊന്ന് അവിടം വരെ ചെല്ലാൻ. വിശദമായി തന്നെ നന്ദിനിയോട് കാര്യങ്ങൾ പറയുകയായിരുന്നു ഹർഷൻ. ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലെന്ന് അവന് തോന്നി. എന്നാൽ വേഗം ഇറങ്ങാൻ നോക്കിക്കോളൂ മോനെ, ഏട്ടൻ പേടിച്ചിരിപ്പാവും. നീ അവിടെ എത്തിയിട്ട് വിളിക്കണേ. അല്ല, ഇപ്പോൾ ഫ്ലൈറ്റ് ഉണ്ടാകുമോ?
ഒരു വേള തൻ്റെ ഏട്ടനെ ഓർമ്മ വന്നതും ഏട്ടൻ്റെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കിയ അനിയത്തി ഹർഷനോട് വേഗം പറയുകയായിരുന്നു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അനു, ഞാൻ ഡ്രൈവറെ വിടാം. മോള് 2 ദിവസം ഡ്രൈവറുടെ കൂടെ പോകണം. നന്ദിനിക്കുള്ള മറുപടി നൽകിക്കൊണ്ട് മുറ്റത്ത് കാറിൻ്റെ അടുത്ത് നിൽക്കുന്ന അനുവിനോട് ഹർഷൻ പറഞ്ഞു. ആ, ഞാൻ പൊയ്ക്കോളാം ഏട്ടാ. ഏട്ടൻ വേഗം പോകാൻ നോക്കൂ. അനുവും ഹർഷൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞതും ഹർഷന് ആ കാര്യത്തിൽ സമാധാനമായി. അമ്മേ, എന്നാ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ. ചിലപ്പോൾ കുറച്ച് ദിവസം നിൽക്കേണ്ടി വരും. പറഞ്ഞുകൊണ്ട് ഹർഷൻ അകത്തേക്ക് കയറാൻ ചെന്നതും പിറകിൽ നിന്നും നന്ദിനി വിളിച്ചു. നന്ദിനി വിളിച്ച ഉടനെ അവൻ തിരിഞ്ഞു നിന്ന് എന്താണെന്ന അർത്ഥത്തിൽ നോക്കി.